നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പേരാമ്പ്ര മണ്ഡലം പ്രതിഭാ സംഗമവും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും പേരാമ്പ്ര സംസ്കൃതി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. KSSPA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC ഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രമാലക്ഷ്മിയുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പരമംഗളമന്ദിരമേ ലോകമിതകിലും താവകലീല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ സംഘടനയിലെ പേരമക്കൾക്കും പുതുതായി KSSPAയിൽ അംഗത്വമെടുത്തവർക്കുള്ള വരവേൽപ്പും കലാകാരന്മാർക്കുള്ള അനുമോദനവും പേരാമ്പ്ര സംസ്കൃതി ഹാളിൽ സംഘടിപ്പിച്ചു. അസോസിയേഷൻ സെക്രട്ടറി E. രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. അസോസിയേഷൻ പ്രസിഡന്റ് PM രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മൺമറഞ്ഞുപോയ പ്രവർത്തകർക്ക് അനുശോചനമർപ്പിച്ചു. തുടർന്ന് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KC ഗോപാലൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പിഞ്ചു കുഞ്ഞുങ്ങളും അതുപോലെ പ്രായാധിക്യമുള്ള ആളുകൾ വരെ, അതുപോലെ തന്നെ എൻ്റെ ടീമിൽ കപ്പ് നേടാൻ കഴിയാത്തപ്പോൾ ലോകമങ്ങോളങ്ങളും അറിയപ്പെടുന്നതായ ലയണൽ മെസ്സി, അദ്ദേഹത്തിൻ്റെ വൈകാരിക പ്രകടനങ്ങൾ, ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളതായ ഓരോ വിഷയങ്ങളിലും അതിൻ്റേതായ വൈകാരികത കാണിക്കാനുള്ളതായ മേഖലകളായി അവ നമ്മൾ കാണുന്നതായ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ തരിക. നമുക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പ്രതീക്ഷിക്കാത്ത സന്ദർഭത്തിലുള്ളതായ പ്രതികരണങ്ങൾ. ഒരു ഗോളിയെ അദ്ദേഹം പൂർണ്ണമായും നല്ല രീതിയിൽ കളിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അയച്ചത് പ്രഹരം. അതുപോലെ തന്നെ ഒരു ക്യാപ്റ്റന് മറ്റൊരു ക്യാപ്റ്റന് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തോട് ശാരീരികമായി പ്രതികരിച്ചത്. ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങളെല്ലാം നടക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാം തന്നെ ഒരു പ്രായാധിക്യമുള്ളതായ വിശ്രമ ജീവിതത്തിലേക്ക് കാൽവെത്തിക്കൊണ്ടിരിക്കുന്നതായ ആളുകളാണ് എന്ന് വിശേഷിപ്പിക്കുന്നെങ്കിലും വിശ്രമരഹിതമായ ജീവിതമാണ് നമ്മളിപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാനരചയിതാവ് രമേഷ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. അർത്ഥത്തിലൊക്കെയാണെന്ന് തോന്നുന്നു അത് എടുത്തിട്ടുണ്ടാവുക. നമ്മൾ ഓരോ എക്കണോമി, കടലിനുമായി ബന്ധപ്പെട്ട എക്കോണമിയെ ബ്ലൂ എക്കോണമി എന്ന് പറയും. ഓരോ നിറവുമായി ബന്ധപ്പെടുത്തിയൊക്കെ നമ്മൾ എക്കോണമിയെ ഗ്രീൻ എക്കോണമി എന്ന് പറയാറുണ്ട്. അതുപോലെ ഈ സിൽവർ എക്കോണമി എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമൊക്കെയായി ചേർത്ത് പിടിച്ച ഒന്നാണ്. സാമ്പത്തികമായ സുരക്ഷിതത്വം ഇല്ലാതായി തീരുന്നവരാണ് മുതിർന്ന പൗരന്മാരിൽ മഹാഭൂരിപക്ഷവും എന്നാണ് നമുക്ക് പൊതുവായി കാണാൻ കഴിയുന്നത്. പക്ഷേ സർക്കാർ ജീവനക്കാരോ അതിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അത്ര പ്രയാസം ഉണ്ടാവാനിടയില്ല. പക്ഷേ പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ശമ്പളത്തിലൊക്കെ ജീവിച്ച ആളുകൾ പെൻഷൻ പറ്റുമ്പോൾ വളരെ ചുരുങ്ങിയ സംഖ്യയാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. ആ ജീവിതത്തിൻ്റെ അവസാന കാലമാകുന്ന അതിനെക്കുറിച്ച് നമ്മൾ ജീവിതത്തിൻ്റെ അവസാന കാലം എന്നർത്ഥമാക്കുന്നത് അവർ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ജോലികളൊക്കെ ചെയ്ത് സർക്കാർ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച്. ജില്ലാ സെക്രട്ടറി OM രാജൻ, KP സുലോചന, V കണാരൻ മാസ്റ്റർ, VK രമേശൻ മാസ്റ്റർ, സുമ ടീച്ചർ, EM പത്മിനി ടീച്ചർ, O രാജീവൻ മാസ്റ്റർ, KK ഗംഗാധരൻ മാസ്റ്റർ, O വസന്ത ടീച്ചർ, N ഹരിദാസൻ മാസ്റ്റർ, NP രവീന്ദ്രൻ, AK ചന്ദ്രൻ, KM സുരേന്ദ്രൻ, KC വാസുദേവൻ, മഞ്ജുള ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മറ്റു സംഘടനകളിൽ നിന്നും പുതുതായി എത്തിയവരും അനുഭവങ്ങൾ പങ്കുവച്ചു. ഒരു മെമ്പറായി അതിങ്ങോട്ട് മാറാൻ കാരണം ഞാൻ പല സമയത്ത് ആലോചിച്ചത് എന്തിനാണ് രണ്ട് സംഘടനയിലുള്ള ആൾക്കാരുടെയും ആവശ്യങ്ങൾ ഒന്ന് തന്നെ. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിൽ ആ സമയത്തിൻ്റെ വ്യത്യാസം. 10 കൊല്ലമായി നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഭരണക്കാർ അവർ 10 കൊല്ലമായി നമുക്ക് അനുവദിച്ച് തരേണ്ടിയിരുന്ന ആവശ്യങ്ങൾ നമ്മുടെ പെൻഷൻ ആയതിനു ശേഷം നമ്മുടെ പെൻഷൻ റിവൈസ് ചെയ്ത് തരേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി 10 കൊല്ലമായി ഒന്നും പറയാതെ 10 കൊല്ലമായിട്ട് അതിനുവേണ്ടി ഒരു സമരവും ചെയ്യാതെ ആവശ്യപ്പെടാതെ 10 കൊല്ലം കഴിഞ്ഞ് സർക്കാർ മാറിയപ്പം
പെട്ടെന്ന് തന്നെ കഴിഞ്ഞ മാസം സമരം ചെയ്യാൻ തുടങ്ങി. ദ്രാവിഡ ഉത്കലവംഗ വിന്ധ്യ ഹിമാചല യമുനാഗം. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.